ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന പറവൂർ ഫൊറോന പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന പള്ളി എന്നതാണ്. വിശുദ്ധ തോമസ് ലീഹായാൽ സ്ഥാപിതമായ പള്ളിയാണിത്. ക്രിസ്തുവിൻ്റെ ധീരനായ ഒരു ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ തോമസ് ലീഹ. വിശുദ്ധ തോമസ് ലീഹ AD 52 ഭാരതത്തിൽ വരികയും 7 പള്ളി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ആ 7 പള്ളികളിൽ പെടുന്ന പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ഈ കോട്ടയ്ക്കാവ് പള്ളി. കോട്ടയ്ക്കാവ് പള്ളിയുടെ പ്രധാനപ്പെട്ട തിരുനാൾ അത് 5, 6, 7, 8 ഫെബ്രുവരി 5, 6, 7, 8 തീയതികളിൽ നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള നവനാൾ ഈ മാസം 27-ാം തീയതി ആരംഭിക്കുകയാണ്, അടുത്ത ചൊവ്വാഴ്ച. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില അലങ്കാരപ്പണികളും നിർമ്മാണ പ്രവൃത്തികളുമായിട്ട് അതിൻ്റെ സാധനങ്ങൾ അന്വേഷിച്ച്, പൈപ്പ് അന്വേഷിച്ച് ഞങ്ങൾ ഈ സാന്തോസാഗ ഈ മ്യൂസിയത്തിൽ വരികയായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ഉച്ചയ്ക്ക്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ പൈപ്പ് അന്വേഷിച്ച് നടന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് 15ഓളം തോമസ് ലീഹായുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിമകൾ ഞങ്ങൾ നിർമ്മിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അത് 15ഓളം പ്രതിമകൾ തച്ചുടച്ചതായ രീതിയിൽ കണ്ടു. അപ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് അധികാരികൾ എത്രയും വേഗം തന്നെ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭീമമായ തുകയുടെ നാശനഷ്ടത്തിന് കോമ്പൻസേഷൻ വാങ്ങിച്ചു തരികയും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഒരു വികാരമാണ് ഇടവക ജനങ്ങൾക്കുള്ളത്. വളരെ മത സൗഹാർദ്ദത്തിൽ നീങ്ങുന്ന ഒരു ജനക്കൂട്ടമാണ് ഇടവകയ്ക്ക് കീഴിലുള്ളത്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഞങ്ങൾ ഞെട്ടലും ഞങ്ങളുടെ പ്രതിഷേധവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. മ്യൂസിയത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ പറ്റുമോ? ഇല്ല, മ്യൂസിയം നിർമ്മാണം പൂർത്തിയല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എല്ലാ വാതിലുകളും ലോക്ക് ഉപയോഗിച്ച് അടച്ചേക്കുകയായിരുന്നു. പിന്നെ മതിലുകളുണ്ട്, ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് മതിൽ ചാടിയാണ് കടന്നിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തി വേണം അത് ആ പ്രതികളെ പിടികൂടാനായിട്ട്. ഇത് എപ്പോഴായിരിക്കാം ഇങ്ങനെ നടന്നിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇത് നിർമ്മാണ പ്രവർത്തന മേഖലയിലുള്ളവർ ഈ പ്രതിമകളുടെ അവശിഷ്ടം കണ്ടിട്ട് പറഞ്ഞത് ഏതാനും 2 ആഴ്ചയ്ക്കുള്ളിൽ ആയിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ആ പ്രതിമകളുടെ അടുത്ത് കിടക്കുന്ന ആ സിമെൻറ്റിൻ്റെ കട്ടിയെല്ലാം, ആ പ്രതിമയുടെ സിമെൻറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് അവർ അസ്യൂം ചെയ്തിരിക്കുന്നത് ഒരു 2 ആഴ്ച കാലത്തിനുള്ളിലാണ് ഈ അക്രമം നടന്നിരിക്കുന്നതെന്നാണ്. പരാതിയുമായി മുന്നോട്ട് പോകുക? അതെ, പറവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.